ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇന്നത്തെ അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്ന് ഉച്ചവരെ ഏകദേശം ഫ്ലാറ്റ് മൂവ്മെൻ്റ് ആയിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ഏകദേശം 108 പോയിൻറ്റ് ഉയർന്ന് 23,437 ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെൻസെക്സും 309 പോയിൻറ്റ് ഉയർന്ന് 77,044 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് പ്രധാനമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി രാവിലെ മുതൽ തന്നെ നല്ല പോസിറ്റീവിലായിരുന്നു. ഇന്ന് ക്ലോസ് ചെയ്യുമ്പോൾ 718 പോയിൻറ്റ്, അതായത് 1.41% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. 53,117 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇൻഫ്ലേഷൻ കുറഞ്ഞതിനെപ്പറ്റി നമ്മൾ രാവിലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതൊരു മാർക്കറ്റിന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസായിരുന്നു. അത് ഇനിയും RBI ഇനിയും റേറ്റ് കട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു പോസിറ്റീവിന് ചുവടുപിടിച്ച് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് പോയത്. ബ്രോഡർ മാർക്കറ്റും നല്ല പോസിറ്റീവ് തന്നെയായിരുന്നു. ഇന്ന് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഏകദേശം 1% അപ്പായിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.5% അപ്പായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഇൻഡസിൻഡ് ബാങ്ക് ഏകദേശം 7% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അവരുടെ എക്സ്റ്റേണൽ ഇൻവെസ്റ്റിഗേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ 2.27% ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡസിൻഡ് ബാങ്ക് ഇന്ന് അത്രയും കൂടിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ അപ്ഡേറ്റ് ഗോൾഡ് പ്രൈസ് തന്നെയാണ്. ഓൾ ടൈം ഹൈ വീണ്ടും അടിച്ചിട്ടുണ്ട്. ഗോൾഡ് 10 ഗ്രാമിന് MCXൽ 95,000 ടച്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇപ്പോഴും ആ അൺസർട്ടനിറ്റി മാർക്കറ്റിൽ നിന്ന് മാറിയിട്ടില്ല. ട്രേഡ് വാർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ബേസിക് കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ സൗജന്യമായിട്ട് അയച്ചിരുന്നതാണ്. അപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, സെൻട്രൽ ഗവൺമെൻറ് 10,000 ഇലക്ട്രിക് ബസ്സിന് PM E-ഡ്രൈവ് സ്കീമിൻ്റെ അണ്ടറിൽ ടെൻഡർ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മെയ് 2025 ഈ 10,000 ബസ്സിനുള്ള ടെൻഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ PM E-ഡ്രൈവ് സ്കീമിൻ്റെ അണ്ടറിലായിരിക്കും ഇത് വരുന്നത്. ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, പൂനെ, മുംബൈ, സൂറത്ത്, അഹമ്മദാബാദ്, ന്യൂഡൽഹി, കൊൽക്കത്ത തുടങ്ങിയ സിറ്റികളിലായിരിക്കും ഈ ബസ് ഡിപ്ലോയ് ചെയ്യുന്നത്. ഈ ഒരു ന്യൂസ് ഇലക്ട്രിക് ബസ്സുകൾ അതിൻ്റെ കമ്പോണൻ്റായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലെല്ലാം നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. JBM ഓട്ടോ ഏകദേശം 10% അപ്പായിരുന്നു. ഒലക്ട്ര ഗ്രീൻ ടെക്കും ഏകദേശം 7% അപ്പായിട്ടാണ് ട്രേഡ് ചെയ്യപ്പെട്ടിരുന്നത്. ഗവൺമെൻറ് ഇതിനു മുകളിലുള്ള 3,000 കോടിയോളം വരുന്ന സബ്സിഡി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ മുകളിൽ 35 ലക്ഷമായിരിക്കും മാക്സിമം ക്യാപ്പ് വരുന്നത്. EV അഡോപ്ഷൻ വർദ്ധിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ഒരു PM E-ഡ്രൈവ് എന്നുള്ള സ്കീം സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 2024 നിങ്ങൾ ആരെങ്കിലും ഉള്ള സിറ്റികളിൽ ഈ ഒരു ഇലക്ട്രിക് ബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ നാട്ടിലൊന്നും വന്നിട്ടില്ല ഇലക്ട്രിക് ബസ്സുകൾ ഇതുവരെയായിട്ട്. എന്തായാലും ഇതൊരു നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. അടുത്തത് ICICI പ്രൊഡൻഷ്യൽ ലൈഫിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. അവരുടെ Q4 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇയർ ഓൺ ഇയർ 122% ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത് 355 കോടിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെയിം ക്വാർട്ടറിൽ ഇത് 174 കോടിയായിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രീമിയം ഇൻകം Q4 11% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത് 16,369 കോടിയായിട്ടുണ്ട്. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 33% ഗ്രോത്ത് ഉണ്ട് അതിൽ. ഇനി FY24 മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ 40% ഗ്രോത്ത് ഉണ്ട്. ആനുവൽ പ്രോഫിറ്റിൽ 1,189 കോടിയായിട്ടുണ്ട്. ആനുവലൈസ്ഡ് പ്രീമിയം ഇക്വലൻ്റ് APE ആദ്യമായിട്ട് 10,000 കോടി കടന്നിട്ടുണ്ട്. കമ്പനി ചിലർ ഡിവിഡൻറ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 85 പൈസയുടെ ഡിവിഡൻറ്റാണ് അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി ICICIയുടെ അണ്ടറിൽ തന്നെ വരുന്ന ICICI ലൊംബാർഡിൻ്റെ Q4 റിസൾട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. അവരുടെ പ്രോഫിറ്റ് ഏകദേശം 2% കുറഞ്ഞിട്ടാണുള്ളത്. 510 കോടിയായിട്ടുണ്ടത്. കഴിഞ്ഞ വർഷം അത് 520 കോടിയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 2% കുറവുണ്ട്. പ്രോഫിറ്റിൽ ചെറിയൊരു കുറവുണ്ടായിരുന്നെങ്കിലും കമ്പനിയുടെ ടോട്ടൽ ഇൻകം 13% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് 5,851 കോടിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം Q4 5,165 കോടിയായിരുന്നു. ഗ്രോസ് ഡയറക്റ്റ് പ്രീമിയം ഇൻകമും 2.3% ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് 6,211 കോടിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് 6,073 കോടിയായിരുന്നു. ഈ കമ്പനിയും ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 7 രൂപയുടെ ഡിവിഡൻറ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ICICIയുടെ ഈ 2 ഇൻഷുറൻസ് കമ്പനികളിൽ ഏതെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഷെയറുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. നമുക്ക് ഈ കാര്യങ്ങൾ ഒരു ഡിസ്കഷൻ പോലെ താഴെ കമൻറ്റിൽ കൊണ്ടുപോകാവുന്നതാണ്.
അത് നമ്മുടെ വീഡിയോസിനെ കൂടുതൽ ബെറ്റർ ആക്കാൻ ഉപകരിക്കും. നമുക്ക് തുടർന്ന് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് IREDA ഇരഡയുടെ റിസൾട്ടാണ്. അവരുടെ Q4 പ്രോഫിറ്റ് 49% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് 502 കോടിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് 337 കോടിയായിരുന്നു. അതായത് 49% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഇയർ ഓൺ ഇയർ 37% ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് 1905 കോടിയായിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഇൻകം 40% ഗ്രോത്ത് ഉണ്ട്. അതിലും 1861 കോടിയായിട്ടുണ്ട്. ഇനി FY25 മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ IREDA നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 25.14% ആയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 25.22 കഴിഞ്ഞ വർഷം അതിനെ അപേക്ഷിച്ച് ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിനും ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് 33.92 ആയിരുന്നത് 31.01% ആയിട്ടുണ്ട്. ഇനി മെയിനായിട്ടുള്ള കാര്യം ഇങ്ങനെയുള്ള കമ്പനികൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അസറ്റ് ക്വാളിറ്റി. അവരുടെ നെറ്റ് NPA 1.35% വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് 0.99% ആയിരുന്നു. തൊട്ട് മുമ്പത്തെ ക്വാർട്ടർ Q3 FY25 അപേക്ഷിച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 1.5% ആയിരുന്നു. ഇനി ഗ്രോസ് NPA 2.45% ആയിരുന്നു ഈ ക്വാർട്ടറിൽ. കമ്പനിയുടെ ലോൺ ബുക്ക് 28% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് 76,250 കോടിയായിട്ടുണ്ട് FY25. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ കമ്പനികളുടെ റിസൾട്ട് ഇന്നും നാളെയുമായി വരുന്നുണ്ട്. നമുക്കത് നാളത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.